ഹായ് ഹലോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റും അതേപോലെ തന്നെ ഭയങ്കര ടെൻഷനും അടിച്ച് ചെയ്തിട്ടുള്ള 2 കേക്ക് ഡിസൈൻ ആട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത്ര തോന്നെ ടെൻഷൻ അടിക്കാനെന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്. അതായത് ഞാൻ ഇത്രയും കാലമായിട്ട് ഫോണ്ടൻ വർക്ക് കേക്കിൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതേപോലത്തെ ടെൻഷനും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഫോണ്ടൻ വർക്കിൻ്റെ ഓർഡേഴ്സ് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഒന്നും ഞാൻ എടുക്കലില്ല. അപ്പോൾ ഇതുവരെ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു കേട്ടോ, അതാണ് സത്യം. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ഓർഡർ വന്നു. ഒരു മോം ടു ബി കേക്കാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ മുകളിൽ ഒരു ടെഡി ബിയർ വരുന്നുണ്ട് ഫോണ്ടൻറ്റിൻ്റെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇതുവരെ ഫോണ്ടൻ വർക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ ഇതിമേ ട്രൈ ചെയ്തോളി, സ്റ്റാർട്ട് ആക്കിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന മോം ടു ബി കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ടുള്ളത് വൈറ്റ് ഫോറസ്റ്റ് ആണ്. കസ്റ്റമർ ടോൾ കേക്ക് ആയിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1 kg വരുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെഫറൻസ് പിക്ക് അവർ ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. മോം ടു ബി കേക്ക് ആയതുകൊണ്ട് തന്നെ ബ്ലൂ പിങ്ക് കളർ അതിൽ വരണമല്ലോ, അതല്ലേ അതിൻ്റെ ഒരു ഇത് അല്ലേ. ഒരു ഗേൾ ആൻഡ് ബോയ് എന്ന തീം വരുന്ന ബ്ലൂ പിങ്ക് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് ബ്ലൂ ലൈറ്റ് പിങ്ക് കളറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ താഴ്ഭാഗത്ത് ഇതേപോലെ വിപ്പിംഗ് ക്രീമിലേക്ക് ബ്ലൂ കളർ ആഡ് ചെയ്തിട്ട് ലൈറ്റ് ബ്ലൂ ആയി മുകൾ ഭാഗത്ത് അതേപോലെ തന്നെ പിങ്കും അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ക്രം കോട്ടൊക്കെ ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കേക്കിലാണ് സെക്കൻഡായിട്ട് ക്രീം വെച്ചിട്ട് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കേക്കിൻ്റെ മുകളിൽ പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതേപോലത്തെ ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്മേൽ കൊടുക്കാനുള്ളത് ഫ്ലവർ ഡെക്കറേഷനാണ്. അപ്പോൾ ബ്ലൂ ആൻഡ് പിങ്ക് ഫ്ലവറാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ബ്ലൂ ഫ്ലവർ കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് ഇതേപോലത്തെ ബ്ലൂവിൻ്റെ ജെൽ കളർ ഇതേപോലെ 2 ലിക്വിഡ് ആഡ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് അതിൽ നമ്മൾ വൈറ്റ് കളർ വരുന്ന ഫ്ലവർ മുക്കി കൊടുത്തിട്ടാണ് ഇങ്ങനെ കുറച്ച് നേരം മുക്കി വെക്കുക. അപ്പോൾ നമുക്ക് ലൈറ്റ് ബ്ലൂ ഫ്ലവറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്, പക്ഷേ സക്സസ് ആയി. അപ്പോൾ എനിക്കങ്ങനെ ഇങ്ങനെ ചെയ്തപ്പോൾ ബ്ലൂ കളർ ഫ്ലവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പിങ്ക് കളർ ഫ്ലവർ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അതായത് നമുക്ക് വിചാരിച്ച കളറ് ഫ്ലവർ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള കളർ ലിക്വിഡ് ഉറ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് വൈറ്റ് ഫ്ലവർ അതിൽ മുക്കി വെച്ചാൽ ആ ഒരു കളറിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഞാൻ കേക്കിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ട് ഇതേപോലെ പിങ്കും അതേപോലെ തന്നെ ബ്ലൂവും വരുന്ന ഫ്ലവേഴ്സ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫോക്സ് ബോൾസും ഒക്കെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കസ്റ്റമർ റെഫറൻസ് പിക്ക് അയച്ചിൽ ഫോണ്ടൻ്റ് വെച്ചിട്ടുള്ള ടെഡി ബിയർ ആയിരുന്നു. പക്ഷേ ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് ഫോണ്ടൻ്റ് വെച്ചിട്ടുള്ള കുട്ടി റാബിറ്റാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു റാബിറ്റിനെ ഉണ്ടാക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല, കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഞാൻ ഫോണ്ടൻ്റ് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് ശരിയാവോ ഇല്ലേ എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാനത് വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ടൈം ഇങ്ങനത്തെ ടെഡി ബിയറോ അതേപോലെ തന്നെ റാബിറ്റിൻ്റെ ഒക്കെ ഓർഡേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണ്ടൻ്റ് വെച്ചിട്ടുള്ള ഓർഡേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് എൻ്റെ കുട്ടി റാബിറ്റിന് ഇഷ്ടമായോ ഇല്ലയോ എന്നും കൂടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കട്ടോ. ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്മേ ഒരു അക്രിലിക് കട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഹി ഓർ ഷീ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന ഒരു അക്രിലിക് കട്ടും കൂടെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ പറയും, നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടമായോ? എനിക്കിത് ചെയ്ത് വന്നപ്പോൾ അല്ലേ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ കേക്ക് ഇങ്ങനെ ആയിത്തീരുന്നു. കാരണം ആ ഫോണ്ടൻ്റ് വർക്ക് വെച്ചതോടുകൂടി കേക്കിൻ്റെ കംപ്ലീറ്റ് ലുക്ക് തന്നെയാണ് മാറിപ്പോയി. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഡിസൈൻ ആണെങ്കിലും കേക്ക് അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞിരുന്നു 2 കേക്ക് ഉണ്ടെന്ന്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഈ ഒരു കേക്ക് മാത്രമേ കാണിക്കണമെന്നുള്ളൂ കേട്ടോ. 2 കാണിക്കണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ വീഡിയോ അങ്ങ് ഒരുപാട് ലെങ്ത്തായിപ്പോയി. അപ്പോൾ അതും കൂടി ഇതിലിട്ടാൽ ഒരുപാട് ലെങ്ത് ആകുമ്പോൾ എല്ലാവർക്കും കാണാനൊരു മടിയേക്കാരം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ മറ്റേ കേക്കിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും അറിയിക്കുക. നമ്മളെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബെല്ലൈക്കണ് അമർത്തിയാൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.